മീനുക്കുട്ടിയും മാലാഖക്കുരുവിയും. ഇതാണ് മീനുക്കുട്ടി. ഒരു ദിവസം മീനുക്കുട്ടി പൂന്തോട്ടത്തിൽ കളിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾ ഒരു പൂമ്പാറ്റയെ കണ്ടത്. ഹായ് പൂമ്പാറ്റ, വർണ്ണച്ചിറകുകൾ വീശിപ്പാറും പൂമ്പാറ്റേ, പൂന്തേനുണ്ണാൻ നീ വരുമോ എൻ പൂന്തോപ്പിൽ? ചിറകിൻ വർണ്ണം നിനക്കു തന്നത് ആരാണ്? വാർമഴവില്ലോ പൂക്കളോ നീ ചൊല്ലാമോ? വർണ്ണച്ചിറകുകൾ വീശിപ്പാറും പൂമ്പാറ്റേ, പൂന്തേനുണ്ണാൻ നീ വരുമോ എൻ പൂന്തോപ്പിൽ? പൂമ്പാറ്റ പറന്നു പോകുന്നത് നോക്കി നിന്ന മീനുക്കുട്ടിയുടെ അടുത്തേക്ക് ഒരു മാലാഖക്കുരുവി പറന്നു വന്നു. ഈ കുരുവി എങ്ങനെ എൻ്റെ അടുത്ത് വന്നത്? എന്ത് രസമായി ഇതിനെ കാണാൻ. ശരിക്കും ഒരു മാലാഖയെ പോലെയുണ്ട്. മാലാഖക്കുരുവി, എനിക്ക് എന്ത് വേണം? ഓ, നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ. എന്താ, നിനക്ക് ദാഹിക്കുന്നുണ്ടോ? നമുക്ക് വീട്ടിൽ പോയി വെള്ളം കുടിക്കാം. കുരുവി കുരുവി മാലാഖക്കുരുവി, എവിടെ നിന്നു വന്നു? നീ എവിടെ നിന്നു വന്നു? അയ്യോ സോറി മാലാഖക്കുരുവി, നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാം. ഇവിടെ അടുത്താണ് എൻ്റെ വീട്. ഇതാ നമ്മൾ വീട്ടിലെത്തി, പേടിക്കണ്ട കേട്ടോ. അമ്മേ അമ്മേ, ഒന്ന് വേഗം വാതിൽ തുറന്നേ. വേഗം വാ അമ്മ, എനിക്കൊരു കുരുവിയെ കിട്ടി. എന്താ മോളെ, എവിടെ കുരുവി? എവിടെ നോക്കട്ടെ. എന്ത് ഭംഗിയാ ഇതിനെ കാണാൻ. അമ്മ വേഗം കുറച്ച് വെള്ളം കൊണ്ടുവന്നേ, ഇതിന് നല്ല ദാഹമുണ്ട്. ഇപ്പൊ കൊണ്ടുവരാട്ടോ. അമ്മ പെട്ടെന്ന് തന്നെ കുരുവിക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. കുരുവി അത് വേഗത്തിൽ കുടിച്ചു തീർത്തു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കുരുവിയുടെ ക്ഷീണമെല്ലാം മാറി. അത് പറന്ന് കളിക്കാൻ തുടങ്ങി. ഹായ്, വാ വാ, ഇവിടെ വാ. അമ്മ നോക്കിയത് നന്നായി പറക്കാൻ തുടങ്ങി. എന്റെ ക്ഷീണമെല്ലാം മാറിയല്ലോ. ഞാനും അമ്മ, ഞാൻ കളിക്കാൻ പോന്നേ. മീനുക്കുട്ടിയും കുരുവിയും വീണ്ടും പൂന്തോട്ടത്തിലെത്തി. അപ്പോഴാണിത് സംഭവിച്ചത്. മീനുക്കുട്ടി, എന്താ, നിനക്ക് സംസാരിക്കാൻ പറ്റുമോ? അതേ മീനുക്കുട്ടി, ഞാൻ നീ കരുതുന്ന പോലെ ഒരു സാധാരണ കുരുവിയല്ല, ഞാനൊരു മാലാഖയാണ്. എനിക്ക് എപ്പോഴും നിന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. എൻ്റെ ലോകത്തേക്ക് തിരിച്ചു പോയേ പറ്റൂ. ദാഹിച്ച് തളർന്നപ്പോൾ നീ എന്നെ സഹായിച്ചു. പകരം നിന്റെ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചു തരാൻ കഴിയും. പറയൂ, എന്താ നിനക്ക് വേണ്ടത്? ഐസ്ക്രീം വേൾഡ്, നിറയെ ചോക്ലേറ്റും ഐസ്ക്രീമും ഉള്ള ഒരു ലോകം, അവിടെ എനിക്ക് പോകണം. ശരി, എങ്കിൽ എൻ്റെ കൂടെ വാ. എന്തൊക്കെയാ നടക്കുന്നത്? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതൊക്കെ സത്യമാണോ അതോ ഞാൻ സ്വപ്നം കാണുന്നതാണോ? അങ്ങനെ അവർ മേഘങ്ങൾക്കിടയിലൂടെ പറന്ന് മാന്ത്രിക ലോകത്തേക്ക് കടന്നു. നിറയെ ഐസ്ക്രീമും ചോക്ലേറ്റ്സും ഉള്ളൊരു ലോകം. മാലാഖക്കുരുവിയും അപ്രത്യക്ഷയായി. ഇതൊന്നും ശ്രദ്ധിക്കാതെ മീനുക്കുട്ടി അവിടെയെല്ലാം കൗതുകത്തോടെ കാണുകയായിരുന്നു. ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചുകൊണ്ട് അവൾ അവിടെയെല്ലാം ഓടി നടന്നു. ചോക്ലേറ്റും ഐസ്ക്രീമും മിൽക്ക് ഷേക്കും എല്ലാം അവൾ മതിവരുവോളം ആസ്വദിച്ചു. കഴിച്ചത് ഒത്തിരി കൂടിപ്പോയി. അവൾക്ക് നല്ല ക്ഷീണം തോന്നി. തീരെ നടക്കാൻ പറ്റാതെ മീനുക്കുട്ടി അവിടെ വീണുപോയി. അയ്യോ, എനിക്ക് നല്ല ഉറക്കം വരുന്നല്ലോ. ഇത്രയും കഴിക്കണ്ടായിരുന്നു. ഈ ലോകം അത്ര നല്ലതൊന്നുമല്ല. എൻ്റെ അച്ഛനും അമ്മയും കൂട്ടുകാരുമുള്ള ലോകം തന്നെയാണ് നല്ലത്. എനിക്കിനി അങ്ങോട്ട് പോകാൻ പറ്റില്ലേ? അമ്മയും അച്ഛനെയും ഒരിക്കലും കാണാൻ പറ്റില്ലേ? എന്ത് ചെയ്യും? എല്ലാം സ്വപ്നമായിരുന്നു.
ഇപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. ഇതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ലോകം. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ആൻഡ് ടേക്ക് കെയർ.